എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12 ലോക മാതൃദിനം. ഈ ദിനത്തിൽ അസറ്റോം സംഘടിപ്പിക്കുന്ന മാതൃവന്ദനം പരിപാടിയിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അമ്മമാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മാതൃവന്ദനം പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥനാഗാനം ശ്രവിക്കാം. സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു അസറ്റ് ഹോംസിൻ്റെ CEO ശ്രീ ടോണി ജോൺ. വെൽക്കം സർ. എല്ലാവർക്കും എൻ്റെ വന്ദനം. നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ, ഡോക്ടേഴ്സ് ഡേ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ ഇങ്ങനെ പല ഡേകൾ ആചരിക്കാറുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മദേഴ്സ് ഡേ ആണ്. എനിക്ക് എൻ്റെ അമ്മയെ 3 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴവും പരപ്പും മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അസറ്റ് ഹോംസിൻ്റെ ഓരോ എംപ്ലോയീസും അമ്മമാരെ കൊണ്ടുവന്നിരിക്കുന്നവരും സൂമിൽ ജോയിൻ ചെയ്യുന്നവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. കാരണം നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഇന്ന് അസറ്റ് ഹോംസിൻ്റെ മദേഴ്സ് ഡേ മാതൃവന്ദന ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും, സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ രൂപ മാഡമാണ്. മാഡത്തിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അസറ്റ് ഹോംസിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുനിൽ കുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അസറ്റ് ഹോംസിൻ്റെ സഹപ്രവർത്തകരെയും അമ്മമാരെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഈ മാതൃവന്ദനത്തിൽ നമുക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി ശ്രീമതി രൂപ ജോർജ് ആണ്. മാഡം ഒരു സാമൂഹിക സംരംഭകയും സർവോപരി ഒരു മനുഷ്യസ്നേഹിയുമാണ്. ഷൊർണൂരിലെ മയിൽവാഹനം കുടുംബത്തിൽ നിന്നുള്ള ചലനാത്മക ശക്തിയായ ശ്രീമതി രൂപ ജോർജ് സ്വർണ്ണഹൃദയമുള്ള ഒരു സാമൂഹിക സംരംഭകയാണ്. ശ്രീ CA എബ്രഹാമിൻ്റെയും പരേതയായ ശ്രീമതി ഗീത എബ്രഹാമിൻ്റെയും മകളായി ജനിച്ച് ശക്തമായ ഒരു പാരമ്പര്യത്തിൻ്റെ ആൾരൂപമാണ്. മയിൽവാഹനം ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ ബസ് സർവീസാണ്. അതുപോലെ തന്നെ മയൂര എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന കാസ്റ്റ് അയൺ ഫാക്ടറി, മയിൽവാഹനം ഇൻഡസ്ട്രീസ് എല്ലാം മയിൽവാഹനം കുടുംബത്തിൻ്റെ മുതൽക്കൂട്ടുകളാണ്. ബേബി മെറൈൻ ഗ്രൂപ്പിലെ ശ്രീ ജോർജ് K. നയനാനാണ് മാമിൻ്റെ ഹസ്ബൻഡ്. 2 ആൺകുട്ടികളുടെ അമ്മയാണ്. നിരവധി അഭിമാനകരമായ അവാർഡുകൾ രൂപ മാഡം ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട്. 2017 ബഹുമാനപ്പെട്ട പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്ന് കൈരളി TV ജ്വാല യുവ വനിതാ സംരംഭക അവാർഡ് ലഭിച്ചു. 2018 വർക്കലയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ശിവഗിരി മഠം ആദരിക്കുകയുണ്ടായി. കൊച്ചിയിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ശ്രീ KV തോമസ് പങ്കെടുത്ത പരിപാടിയിൽ പ്രത്യേകം ആദരിക്കുകയുണ്ടായി. അംഗീകാരങ്ങൾക്കപ്പുറമാണ് ശ്രീമതി രൂപയുടെ സ്വാധീനം. പാരിസ്ഥിതിക അവബോധം, ദയ, പത്രവായന, മയക്കുമരുന്ന് നിർത്തലാക്കുക, സത്യസന്ധത, നിറവുള്ള കടകൾ പരിചയപ്പെടുത്തൽ തുടങ്ങി വിവിധ ക്യാമ്പയിനുകൾ വഴി 300-ലധികം സ്കൂളുകളിൽ അവർ സജീവമായി സംഭാവന ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കായി മാഡം നടത്തിയ മോട്ടിവേഷൻ ക്ലാസുകൾ അവർക്ക് ആത്മവിശ്വാസം വളർത്തുക, ഭയം നീക്കം ചെയ്യുക, അതിജീവന കഴിവുകൾ, വലിയ സ്വപ്നം കാണുക, പ്രശ്നപരിഹാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബെഞ്ചുകൾ, ഡെസ്കുകൾ, യൂണിഫോം, ലാബുകൾ, ലൈബ്രറികൾ, പുസ്തകങ്ങൾ, വിദ്യാഭ്യാസ ചെലവുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് CSR ഫണ്ടുമായി അർഹമായ സ്കൂളുകളെ ബന്ധിപ്പിച്ച ഒരു ഫെലിസിറ്റേറ്ററാണ് രൂപ മാഡം. അവർ ലേഡി സ്കൂൾ തോപ്പുംപടിയുടെ ഹൗസ് ചാലഞ്ച് പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചതിൽ മാഡത്തിൻ്റെ സഹായഹസ്തം വളരെ വലുതാണ്. രൂപ മാഡം ആരംഭിച്ചിട്ടുള്ള ആസ്ക് വിമൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനും ചർച്ച ചെയ്യാനും ആശയങ്ങൾ പങ്കിടാനും നിർദ്ദേശങ്ങൾ തേടാനും ബിസിനസ് പ്രോത്സാഹിപ്പിക്കാനും ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു. 5000-ലധികം ഗുണഭോക്താക്കൾക്കൊപ്പം പ്രിയപ്പെട്ട സാധനങ്ങൾ, ട്യൂഷൻ അന്വേഷണങ്ങൾ, ആരോഗ്യവും ശാരീരികക്ഷമതയും, കൗൺസിലിംഗ്, യാത്ര എന്നിവയ്ക്കായി പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ അവർ കൈകാര്യം ചെയ്യുന്നു. സ്ത്രീ ശാക്തീകരണത്തോടുള്ള രൂപയുടെ പ്രതിബദ്ധത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ മറികടക്കുന്നതാണ്. താഴെത്തട്ടിൽ പ്രത്യേകിച്ച് കുടുംബശ്രീക്കും മറ്റ് ഗ്രൂപ്പുകൾക്കും അവർ നേതൃത്വ പരിശീലനം നൽകുന്നു. അവരുടെ സിംഗിൾ പോയിന്റ് കോൺടാക്ട് സമീപനം നിരവധി സ്ത്രീകളെ ഉപദേശം തേടുന്നതിനും ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവരുടെ ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു.
ഭരതനാട്യം, വീണ കലാകാരിയായ ശ്രീമതി രൂപ, പാലക്കാട് സ്വരലയ CSN ഓഡിറ്റോറിയം, ഒറ്റപ്പാലം ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം, ദൂരദർശൻ, പ്രമുഖ ക്ഷേത്രോത്സവങ്ങൾ തുടങ്ങി വിവിധ കലാപ്രോത്സാഹന വേദികൾ അലങ്കരിച്ചിട്ടുണ്ട്. തൻ്റെ ഗുരു ശ്രീമതി ചിത്ര സുബ്രഹ്മണ്യവുമായി ചേർന്ന് തൻ്റെ വീണ വായനയിലുള്ള പ്രാവീണ്യം നിരവധി കലാപ്രോത്സാഹന ഘട്ടങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രീമതി രൂപയുടെ നേട്ടങ്ങളിലേക്കുള്ള സമീപകാല കൂട്ടിച്ചേർക്കലുകൾ ഇവയാണ്: DC ബുക്സ് പ്രസിദ്ധീകരിച്ച കിച്ചൺ ടിപ്സ് ബൈ രൂപ ജോർജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്, IIM കാലിക്കറ്റ് ഓൾ ലേഡീസ് ലീഗ് കേരള വുമൺ ഇക്കോണമിക് ഫോറം അവാർഡ് ജേതാവ്, 2017 മികച്ച നൂതന വനിതാ സംരംഭകയ്ക്കുള്ള പ്രൊഫഷണൽ കോൺക്ലേവ് അവാർഡ്, 2018 മികച്ച സാമൂഹിക സംരംഭകനുള്ള യുണീക്ക് ടൈംസ് പ്രൊഫഷണൽ അവാർഡ്, സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ് ചീഫ് കമ്മീഷണർ ശ്രീ പുല്ലേല നാഗേശ്വര റാവു IRSൽ നിന്ന് മുദ്ര സെൻറ്റർ ഫോർ ഡാൻസ് സമർപ്പൺ 2019 അവാർഡ് സ്വീകർത്താവ്. കൂടാതെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റ് നിരവധി ബഹുമതികളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അചഞ്ചലമായ അഭിനിവേശത്തോടെയും അർപ്പണബോധത്തോടെയും സാമൂഹിക സ്വാധീനം ചെലുത്തുന്ന രൂപ മാഡം തീർച്ചയായും മാറ്റത്തിൻ്റെ ഒരു വിളക്കുമാടമാണ്. ഒട്ടും വൈകാതെ തന്നെ രൂപ മാഡത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം മാം. ഗുഡ് ഈവനിങ് എവ്രി വൺ. വേദിയിലുള്ള ആദരണീയരായിട്ടുള്ള വ്യക്തികളെ, പ്രിയപ്പെട്ട അമ്മമാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ എൻ്റെ ആ ഫ്രണ്ട് ലിമിയോടുള്ള നന്ദി പറയുന്നു. ലിമി വഴിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്നിപ്പം എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് തേവരയിൽ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ മാതൃദിനമായിട്ട് രാവിലെ മുതൽ നിരവധി പ്രോഗ്രാംസ്, രാവിലെ തൃശ്ശൂരായിരുന്നു. അവിടെ മാതൃനടനം എന്ന് പറഞ്ഞിട്ട് എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അവർ അമ്മമാർക്കായിട്ട് ഒരു മത്സരം നടത്തിയിരുന്നു അവരുടെ ഡാൻസ് സ്കൂളിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മാതൃനടനമായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ പറയുകയുണ്ടായി, ശരിക്കും അമ്മമാർ, സ്ത്രീകൾ രാവിലെ തൊട്ട് ഒരു നടനം തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നതൊക്കെ ഒരു മൾട്ടി ടാസ്കിങ്. അപ്പോൾ രാവിലെ അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലങ്ങാട് അവിടുത്തെ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വുമൻ വെൽഫെയർ സർവീസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ പറയായിരുന്നു, ഈ വർഷം ശരിക്കും വനിതാ ദിനം എല്ലാ വർഷവും മാർച്ച് 8, മെയ് 12 മാക്സിമം പ്രോഗ്രാംസ്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു ശിവരാത്രി ആയതുകൊണ്ട് പബ്ലിക് ഹോളിഡേയും പിന്നെ എൻ്റെ കൂടുതലും സ്കൂൾസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആയതുകൊണ്ട് തന്നെ ഈ വർഷം അങ്ങനെ വനിതാ ദിനം അധികം പ്രോഗ്രാംസ് വന്നില്ല. റോട്ടറിയുടെ മാത്രമായിരുന്നു IMA ഹാളിൽ. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ മാതൃദിനം അത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. സാധാരണ മദേഴ്സ് ഡേ അത്രയും പ്രോഗ്രാംസ് വരാറില്ല. പക്ഷേ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മേഖലയാണ് സ്ത്രീകളും കുട്ടികളും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മേഖല തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വുമൻ ഗ്രൂപ്പ്സും ഒക്കെ വനിതകളെ കേന്ദ്രീകരിച്ചാണ് ഇത്രയും വർഷമായിട്ട് ഞാനതൊരു സർവീസായിട്ട്. കാരണം ഈ വനിതാ ദിനത്തിനൊക്കെ പല പാനൽ ഡിസ്കഷൻസിലൊക്കെ പോകുമ്പോൾ ചർച്ചകളിൽ മാത്രമായിട്ട് നമ്മുടെ ഈ വനിതാ ശാക്തീകരണം അങ്ങനെ ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും വുമൻ സപ്പോർട്ടിങ് വുമൻ എന്നാണ് എൻ്റെ ആശയം. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് അവരെ വളർത്തിയെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ ഐഡൻറ്റിറ്റി എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. കാരണം എനിക്ക് ഈ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നൊരു ഇമേജ് കാരണം കൊണ്ട് തന്നെ ഒരു ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മിനിമം ഒരു 4-5 കോൾസാണ് ഈ സ്പോൺസർ ഡൊണേറ്റ് എന്നുള്ളൊരു വാക്ക്. അത് മാത്രം. കാരണം ആളുകളുടെ വിചാരം നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ടിങ് മാത്രമാണെന്നാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വി ഹാവ് ടു എംപവർ, അതായത് ടീച്ചിങ് ഹൗ ടു ഫിഷ്. അതാണ്. അതായത് നമുക്ക് ഏത് സമയം ഫൈനാൻഷ്യൽ ഹെൽപ്പാണെങ്കിലും നമ്മൾ നാട് മൊത്തം ബാൻഡേഡ് ഒട്ടിച്ച് നടക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഉള്ളിലെ കഴിവുകൾ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പലരും ആ ഒരു ഫിസിക്കൽ പരിമിതികൾ മാത്രമല്ല മാനസികമായിട്ടും നമുക്ക് പരിമിതികൾ ഇങ്ങനെ വരും. പല രീതിയിൽ അകാരണമായിട്ടുള്ള ഭയം, പല കോംപ്ലക്സ്, അതൊക്കെ കൊണ്ട് മുഖ്യധാരയിലോട്ട് വരാൻ പറ്റാത്ത വനിതകളുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ എംപവർ ചെയ്യുന്ന സെഷൻസും ട്രെയിനിങ് സെഷൻസും ആ രീതിയിലാണ് എൻ്റെ ചിന്താഗതിയും പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രൂപ്പ്സിൽ വന്നിട്ട് സാധാരണ വീട്ടമ്മമാരായിട്ടുള്ളവർ സംരംഭകരായിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് അനേകം പേർക്ക് പ്രയോജനം കിട്ടുന്നതും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും അമ്മമാരെ ഇന്നിപ്പോൾ മാതൃദിനമായിട്ട് ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
ഒരു അമ്മ എന്നുള്ള ആ റോളിൽ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജീസൊക്കെ തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മാതാപിതാ ഗുരു ദൈവം അല്ലേ, മാതാവിനാണ് ആദ്യത്തെ ഒരു പ്രഥമ സ്ഥാനം തന്നെ വരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാതാപിതാ ഗുരുവിന് പകരം തന്നെ ഇപ്പോൾ ഗൂഗിൾ, യൂട്യൂബ് ദൈവം വരെയായി. കാരണം സ്റ്റുഡൻസൊക്കെ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അവരെല്ലാം നമ്മളാണെങ്കിൽ എല്ലാം ഒരു ഗൂഗിൾ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ടെക്നോളജിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പല രീതിയിലും ഇക്വേഷൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും ഐഡിയാസും എല്ലാം നമ്മൾ റീതിങ്ക് ചെയ്യണം, റീഡിഫൈനും ഒക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം ഇപ്പോൾ ഞാൻ ഇന്നും ആലങ്ങാട് ചോദിച്ചതേ ഉള്ളേ, അവിടെ മൊത്തം സ്ത്രീകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ജന്മത്തിൽ ആർക്കൊക്കെ സ്ത്രീ ആയിട്ട് ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ജനിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീയെ ആവണ്ടാന്ന് അവർക്ക് മതിയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട, നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ എംപവർ ചെയ്താലേ ശരിയാവുള്ളൂ. കാരണം ഞാനിന്ന് രാവിലെ പോയ അവിടെയും പല പ്രാസംഗികരും പറഞ്ഞതും സ്ത്രീകളാണ് മുന്നോട്ട് വരേണ്ടത്, സ്ത്രീകൾ എഫേർട്ട് എടുത്താലേ സമൂഹം നന്നാവുള്ളൂ. പിന്നെ പലരും സ്ത്രീധനം ഇല്ലാതെയാണ് കെട്ടിയത് എന്നുള്ള കാഴ്ചപ്പാട്, അതായത് പുരുഷന്മാരെല്ലാം പെർഫെക്റ്റ്, സ്ത്രീകളൊക്കെ ആണ് കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇന്നത്തെ തലമുറ നമ്മൾ മാട്രിമോണിയൽ സൈറ്റ് എടുത്താൽ തന്നെ ഒരു 3000 പുരുഷന്മാർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 സ്ത്രീകളെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന് പുരം നിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളെ പിന്തുടരാനും ഒക്കെയുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ട്. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിലും നമ്മുടെ മലയാളി വനിത ഒരു നിശബ്ദ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ഇറാൻ കമാൻഡോസ് പിടിച്ചെടുത്ത ഒരു ഇസ്രായേലി കാർഗോ ഷിപ്പിൽ 25 കാഡറ്റ്സ് ഉള്ളതിൽ ഒരു ഏക വനിതയായിരുന്നു ആൻ ടെസ എന്ന് പറഞ്ഞത്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. കാരണം അത് ഇന്ന് ആ കുലസ്ത്രീ പാരമ്പര്യം തന്നെ അസ്തമിച്ചു എന്ന് പറയാം. കാരണം ഇന്നത്തെ ഈ ഒരു സ്ത്രീകളുടെ ഇങ്ങനത്തെ ആ ഒരു ചിന്താഗതിയും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവർ ഉയരുകയാണ്, അവരുടെ സ്വപ്നങ്ങളും അവരുടെ നിശ്ചയദാർഢ്യവും. കാരണം എനിക്കൊന്ന് പാരൻറ്റിങ് സ്ട്രാറ്റജീസ് വരെ മാറി. കാരണം ഇന്ന് മാതാപിതാക്കൾ അങ്ങനെ ഇത്രയും 25 പുരുഷന്മാരുള്ളതിൽ ഒരു ഏക വനിതയായിരുന്നു ആൻ ടെസ. എന്നിട്ട് അവരെ വിട്ടയച്ചത്, അതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അപ്പം ഇതൊക്കെ ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും ആ ഒരു പോരാട്ടത്തിൻ്റെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് ഈ പെൺകുട്ടിയെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഈ സാധാരണക്കാരിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാരമ്പര്യം ഉള്ളവരും അല്ലെങ്കിൽ IAS അങ്ങനെയുള്ള വിജയങ്ങളാണ് നമ്മൾ കൂടുതലും മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വിജയങ്ങൾ ഈ സാധാരണക്കാരിൽ അവർ നടത്തുന്ന ആ ചലനങ്ങൾ, അത് ശരിക്കും നമ്മളത് ഏറെ അഭിമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ നടത്തുന്ന ആ ഒരു ചലനങ്ങൾ, അവർ നടത്തുന്ന നേട്ടങ്ങളൊക്കെ. അതിനോടൊപ്പം തന്നെ നമ്മൾ പല രീതിയിലും ഇപ്പോൾ ചൂഷണങ്ങളൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു പ്രണയപക എന്നുള്ള വാക്ക് തന്നെ എന്നും പത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ, ഇപ്പോൾ SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം അതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തോൽവി അറിയാത്ത ഒരു തലമുറയാണ്. ഞാൻ സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഫെയിലിയർ ഇവർ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു നോ അല്ലെങ്കിൽ റിജക്ഷൻ ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രണയപകയും അതിലോട്ടൊക്കെ ഇവർ എത്തുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്നും ഏറെ അകന്നുപോയി. അതുകൊണ്ടാണ് ഈ മാനസികമായിട്ടും ഒക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആ രീതിയിൽ ആത്മഹത്യകളും ഒക്കെ വർദ്ധിച്ചു വരുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ തന്നെ നമുക്ക് ഇന്നൊരു ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം പല വേദികളിലും എനിക്ക് പോകുമ്പോൾ സ്ത്രീ ജ്വാലയാണ്, അഗ്നിയാണ്, ഭാരത് മാത എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പുകഴ്ത്തി എനിക്ക് തോന്നും ആ ഒരു സ്ത്രീകളുടെ മേലിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്നതെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇന്നിപ്പോൾ മാരേജും ഇപ്പോൾ ഇന്ന് സിസ്റ്റംസൊക്കെ തന്നെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം വിവാഹങ്ങളെക്കാട്ടിലും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്നത് വിവാഹമോചനങ്ങൾ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളാണല്ലോ.
അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾക്ക് ഇപ്പം മക്കളെ ആണെങ്കിലും ഒക്കെ ഇപ്പം എൻ്റെ തന്നെ ബോയ്സ് അവർ എന്തായാലും അവർ രണ്ടുപേരും നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാ ജോലികളും ഒക്കെ ചെയ്തും മനസ്സിലാക്കിയും ഒക്കെ ചെയ്താലേ ഇന്ന് ആരോഗ്യകരമായിട്ടുള്ള ഒരു ലിവിങ് സാധ്യമാവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരുമിച്ച് ജോലിയിൽ പോയാൽ തന്നെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തിലോട്ട് എത്തത്തുള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതും ബ്രേക്ക് ആവുന്നതും ഇങ്ങനെയുള്ള സിസ്റ്റംസാണ്. ഇപ്പോൾ മാരേജ് എന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സന്യാസ എല്ലാ രീതിയിലും ഇപ്പോൾ വേറെ ഓരോരുത്തർ പറയുന്നത് ഒരു തേർഡ് പാത്ത് ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത്, ഒറ്റയ്ക്ക്. കാരണം ആരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് ആ ഒരു തേർഡ് പാത്ത് പക്ഷേ ചൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമുക്ക് വേണ്ട സ്കിൽ സെറ്റ്സ്, സർവൈവൽ സ്കിൽസ് വേണം, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു IQ-നെക്കാട്ടിലും കൂടുതൽ നമുക്ക് ആവശ്യം EQ-യും SQ-യും സോഷ്യൽ സ്കിൽസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ടോക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒരു ആളുകളെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്സോ ഡിഗ്രിയോ ഒന്നും നോക്കിയിട്ടല്ല. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു ടാസ്ക് കൊടുക്കും, അത് എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, അത് യൂട്യൂബിലുണ്ട് ഇൻ്റർവ്യൂ, ഒരു 5-6 അടി കേസിലൊക്കെ തല്ല് കേസിലൊക്കെ പെട്ട് ഒരു തവണയെങ്കിലും ജയിലിൽ കടന്ന് ഒരു വ്യക്തി, അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ കാര്യം എങ്ങനെയെങ്കിലും സാധിച്ചുകൊണ്ട് വരും. തല്ല് കേസിലൊക്കെ പെട്ട് ഒരു തവണയെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ കടന്നവരെ മതിയെന്ന്. കാരണം അല്ലാത്തവർക്കൊന്നും ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കത്ത് എഴുതി കൊണ്ടുവന്ന. അപ്പോൾ അതെനിക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പലർക്കും, ഇപ്പോൾ ഞാനും ഒരുപാട് പേരായിട്ട് ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഒരു ലാക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ തന്നെ പല മെസ്സേജസും ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടാണ് കേൾക്കുന്നത്. കാരണം അവർക്ക് പോയിന്റിലോട്ട് വരുന്നില്ല. ഞാൻ പലപ്പോഴും പലരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പ്ലീസ് കം ടു ദ പോയിന്റ്. കാരണം ടൈം എല്ലാവർക്കും പ്രഷ്യസാണ്. ഈ പറഞ്ഞതുപോലെ അവരുടെ കാര്യങ്ങൾ മാത്രം വലിച്ച് നീട്ടി അവസാനം പോയിന്റ് ഏതാണെന്ന് തന്നെ അവർ മിസ് ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കോൺവെർസേഷൻ, പ്ലീസ് കം ടു ദ പോയിന്റ് എന്നുള്ളത്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതൊക്കെ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സ്മാർട്ടായിട്ടുള്ള, സ്ട്രീറ്റ് സ്മാർട്ടായിട്ടുള്ള ആളുകളെയാണ് ഇന്ന് ആവശ്യം. അല്ലാതെ നമ്മളിപ്പോൾ എവിടെ പഠിച്ചു, MBA ആണോ, അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നിപ്പോൾ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കോട്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഷെഫ് പിള്ളയൊക്കെ ഒരുപാട് തെളിയിച്ച് കഴിഞ്ഞാലോ, അദ്ദേഹം 10th സ്റ്റാൻഡേർഡ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ സ്കിൽസാണ് ഇന്നത്തെ, ഇപ്പോൾ ബിസിനസ് മോഡൽസ് മാറി, പാറ്റേൺസ് മാറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകളിലും ഒക്കെ നമ്മൾ വളരെ, അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങും ഇതിൻ്റെ ഒരു എൻവയൺമെൻറ്റ്. കാരണം കുടുംബത്തിലാണ് ഫസ്റ്റ് ഒരു ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും വരേണ്ടത്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് വരുന്നത്. ആ കുടുംബത്തിൽ ഒരു ക്ഷതം വരുമ്പോഴാണ് അതിൽ നിന്ന് വരുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു വൈകൃതം, ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റീസ് ആവുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും അവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാതൃകാകരമായിട്ടുള്ള തലമുറയെ ലഭിക്കും. ഇന്ന് ഈ ഒരു മാതൃദിനത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, ഇന്നിപ്പോൾ ഞാൻ പത്രം വായിച്ചപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു, ഈ പരിമിതികൾ ധാരാളമുള്ള കുട്ടികളുടെ അമ്മമാർ, അവരെക്കുറിച്ച് സപ്ലിമെൻ്ററിയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവർക്കും ഈ നല്ലൊരു ലോകം അവർക്കും വേണം. അതുപോലെ തന്നെ ഒരു 11 വയസ്സ് ഉള്ള ഒരു മകള് ട്രിവാൻഡ്രത്താണ് അമ്മയ്ക്ക് അമ്മയായത്. കാരണം അമ്മയ്ക്ക് എന്തോ ഒരു അപൂർവ അസുഖം വന്നിട്ട് 2 കാലുകളും പോയി, ഇന്നത്തെ മനോരമയിലുണ്ട്. അപ്പോൾ അങ്ങനെ 11 വയസ്സിൽ കുട്ടിയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയാവുന്നത്. അപ്പോൾ ഈ അമ്മ എന്നുള്ളൊരു പദം വരുമ്പോൾ പല രീതിയിലും അത് വരുന്നുണ്ട്. ഇപ്പോൾ മകൾ അമ്മയാകുന്നു, അമ്മയ്ക്ക് അമ്മയാകുന്നു. പിന്നെ അമ്മയില്ലാത്ത സ്ഥലത്ത് അച്ഛൻ അമ്മയാവുന്നു. പിന്നെ ഈ മദർ തെരേസ പോലെ നിരവധി അമ്മമാരുണ്ടല്ലോ മറ്റുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ശക്തിയും പവറും ഒക്കെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു നന്മ, ഒരു സ്പാർക്ക് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തി ആ ഒരു എനർജിയായിട്ടും നമുക്ക് തലമുറകളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ഏറ്റവും നല്ലൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് നിങ്ങളുടെ MDയെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ അന്ന് രവി ജേക്കബിൻ്റെ
70th ബർത്ത്ഡേക്ക് അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാനും ഹസ്ബൻഡും കൂടെ അന്ന് കയറി വരികയായിരുന്നു ചാക്കുളാസ് അല്ലേ അവിടെ വിജയ് കപ്പിൽ. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു അന്ന്. സത്യം ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു, ഇത്രയും ലേണഡും ഇത്രയും വായിച്ചും ഒക്കെ പഠിച്ചും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് പ്രസംഗിച്ചിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഉപനിഷത്തുനിന്നും വേദാസെന്നും ഒക്കെ കോട്ട് ചെയ്ത് വളരെ സ്റ്റഡി ചെയ്ത് ഒരു സപ്തതി ആഘോഷത്തിൽ വളരെ വേറിട്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു. സോ ഐ റിയലി റെസ്പെക്റ്റ്. കാരണം ഞാൻ ഒരുപാട് വേദികളിൽ പോകുന്നതാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾക്ക് വളരെ ജനറലായിട്ട് നമ്മുടെ സമൂഹത്തിനും എല്ലാവർക്കും ഒരു സെക്യുലറായിട്ടും ഒരു നന്മയുള്ള രീതിയിൽ അഭിപ്രായം പറയാൻ പറ്റണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് എന്ന രീതി അങ്ങനെയൊന്നും അല്ല. നമ്മളെല്ലാവരും ഫൈനലി വി വോണ്ട് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് അല്ലേ, അല്ലാതെ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊന്നും അല്ലല്ലോ. സോ ഐ വാസ് റിയലി ഇംപ്രസ്ഡ് കേട്ടോ, റിയലി ഇംപ്രസ്ഡ്. അപ്പം എന്തായാലും എനിക്കപ്പോൾ ഏറെ സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് നിങ്ങളുടെ ഈ മദേഴ്സ് ഡേക്ക് ഇത് വരാൻ സാധിച്ചത്. ശരിക്കും ഇവിടെ തൊട്ടടുത്താണ് ഇതിൻ്റെ ഓഫീസ് ഞാൻ താമസിക്കുന്നതിൻ്റെ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നല്ലൊരു യുണീക്ക് സ്പാർക്കുണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്കും അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ ആൻസറിൻ്റെ ഭാഗമാകാൻ സാധിക്കും അല്ലേ. നമ്മളെല്ലാവരും വി ഹാവ് ടു ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിത യാത്ര തന്നെ ഹൗ ടു ആഡ് വാല്യൂ, എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ടാലൻസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ സ്ട്രെങ്ത്ത് അതെങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. ഗ്രോത്ത്. നമ്മൾ വളരാത്തതിൻ്റെ ഒരു കാരണം നമ്മളിൽ മാത്രം ഒതുങ്ങി അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലേണും ചെയ്യണം, അതിനോടൊപ്പം അൺലേണും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം പല വേണ്ടാത്ത അറിവുകളും പല പ്രസക്തി ഇല്ലാത്തതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ നമ്മൾ തലയിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ അൺലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ലേൺ ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അൺലേണിങ്ങിൻ്റെയും കൂടി ഒരു പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ഇന്ന് എനിക്ക് വരാൻ സാധിച്ച വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നലെയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചാർട്ട് ഔട്ട് ചെയ്യായിരുന്നു ഓരോ പ്രോഗ്രാംസ്. അപ്പം ഞാൻ ഓർത്തത് ഇങ്ങനെ കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതിയായിരുന്നു. കാരണം എനിക്ക് ഏറെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു മേഖല ഇതായതുകൊണ്ട് ഏറെ താല്പര്യമാണ്. അപ്പോൾ എനിക്ക് മിസ് ചെയ്യാനും താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്ന് നേരത്തെ ആക്കണം. അങ്ങനെ എന്തായാലും 3-ലും പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ. നിങ്ങൾ അമ്മമാരിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും തലമുറയെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ എല്ലാ സമാധാനവും സംരക്ഷണവും എല്ലാം ദൈവം സമൃദ്ധിയായിട്ട് നൽകും. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് വേർഡ്സ് മാം. അസറ്റോംസ് മാതൃവന്ദനം പരിപാടിയുടെ ആശംസാ വചനങ്ങൾ നൽകുവാനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നത് അസറ്റോംസ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുനിൽ കുമാർ. വെൽക്കം സർ. ബഹുമാന്യായ വിശിഷ്ടാതിഥി ശ്രീമതി രൂപ ജോർജ്, സ്നേഹസമ്പന്നങ്ങളായ അസറ്റോംസിൻ്റെ അമ്മമാരെ, അസറ്റോംസിൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ദിവസമാണ്. കാരണം എനിക്ക് നമ്മുടെ 14ാമത്തെ എഡിഷനാണിത്. അസറ്റോംസിൻ്റെ മാതൃവന്ദനം എന്ന പ്രോഗ്രാമിൻ്റെ 14ാമത്തെ എഡിഷനാണ് ഇന്ന് നടക്കുന്നത്. അത് 14 വർഷമായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷകരമായ ഈ അനുഭവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ആത്മനിർവൃതിയും ആഹ്ലാദവും എല്ലാം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കട്ടെ. ഒരു പ്രശ്നം ചെറിയ രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ മാതൃവന്ദനം പ്രോഗ്രാമിന് അങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ മാതൃവന്ദനം കഴിഞ്ഞ 13 പ്രാവശ്യവും പറഞ്ഞപ്പോൾ മാതാക്കളെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ഓരോ പ്രാവശ്യവും പറഞ്ഞില്ലേ, എന്താ പറയുക, അമ്മയെ പറ്റിയുള്ള ഓരോ ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ ഓരോ ഉപമകളോ അല്ലെങ്കിൽ എല്ലാം നമ്മൾ പറഞ്ഞ് തീർത്തു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ഈ 14ാമത്തെ വർഷം വീണ്ടും മാതൃദിനം വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടായ്മയിൽ ഒരു മത്സരം നടക്കുകയായിരുന്നു. ആ മത്സരം നടന്നപ്പോൾ ചോദിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോ വാക്കുകൾ പറയാൻ പറഞ്ഞു.
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് പറയുക. അങ്ങനെ വാക്കുകൾ പറഞ്ഞു വരുമ്പോൾ അതൊരു കഥയായിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ ആളൊരു വാക്ക് പറഞ്ഞു, അടുത്ത ആളൊരു വാക്ക് പറഞ്ഞു, അങ്ങനെ ഒരു കഥയായി വന്ന ഒരു മത്സരം കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും ഓരോ വാക്കുകൾ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോസ് ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു പ്രശസ്ത ആംഗലേയ കവിയത്രിയുണ്ട്. അവർ പറഞ്ഞു വെച്ചാൽ, എൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടമുള്ള വാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് എൻ്റെ സ്വന്തം പേരാണ്. ഒരുപക്ഷെ പല ആൾക്കാർക്കും അവരുടെ സ്വന്തം പേര് തന്നെയായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്. മുഴുവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പാടുന്നവളാണ് അമ്മ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ കയ്യിൽ നിന്നൊരു കുട്ടിയെ അമ്മ കൊണ്ട് കിടത്തുന്നൊരു സീൻ പല സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതൊക്കെ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ചെയ്യുക. ആരും നേരത്തെ ഇതിനകത്ത് പ്രയർ എക്സ്പീരിയൻസ് എന്നുള്ള ആൾക്കാരല്ലല്ലോ. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് കൈയും കൂടെ ചേർത്ത്, അമ്മയുടെ കൈ എന്തൊരു ഷോക്ക് അബ്സോർവർ പോലെയാണ്. കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു താഴെ ഒരു പായയോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ നിലത്തിരുന്നിട്ട് ഒരു പായ മറ്റേ കൈ കൊണ്ടിട്ടിട്ട് കുട്ടി അനങ്ങുന്നുണ്ടാവില്ല. അങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ പായൽ കിടത്തിയിട്ട് കൈ ഇങ്ങനെ പുറകിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ കുട്ടി അറിയ പോലുമില്ല കൈ വലിച്ചെടുക്കുന്നവരെ. ഇതെല്ലാം ഈ അമ്മമാരെ ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഭംഗി തീരുന്നില്ല. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കും, ആൾ ഉറങ്ങിയിട്ടില്ലെന്ന് ഒന്നും കൂടെ, എന്നിട്ടൊന്ന് ചിരിക്കും. അത് കഴിഞ്ഞ് വാതിക്കെ പോയി എതിട്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും കൂടെ ചിരിച്ചിട്ടാണ് അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുക. അപ്പോൾ അത്തരമൊരു ചാരുതയോട് കൂടിയിട്ട്, അത്തരമൊരു സൗന്ദര്യത്തോട് കൂടിയിട്ട്, അത്തരമൊരു സിസ്റ്റത്തിലൂടെ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടോ? എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാരും ക്വാളിഫൈഡായി. ഇവിടെ ഈ ഡെഫിനേഷൻ്റെ കീഴിൽ വരാൻ ക്വാളിഫൈഡായി. മാത്രമല്ല, ഇത് കഴിഞ്ഞൊരു കുഴപ്പമുണ്ട്. ഇത് കഴിഞ്ഞ് അമ്മ പുറത്തു പോയി കുട്ടി മുറിയിൽ ഉറങ്ങുകയാണെങ്കിൽ പോലും പിന്നെ അമ്മയ്ക്കൊരു അടുത്തൊരു പ്രശ്നം തുടങ്ങുകയാണ്. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഈ കുയിൽ പാടുന്നത് കേട്ടാൽ ഇഷ്ടമാണ്, കുയിലിൻ്റെ പാട്ട് കേട്ടാൽ ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്കും എൻ്റെ കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ പാടില്ല. കാരണം കുയിലിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുട്ടി ഉണർന്നാലോ എന്നുള്ള പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതെല്ലാം അമ്മമാരുടെയും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതേ മലയാള നേരത്തെ നമ്മൾ സിനിമാ ഗാനോട് കേട്ടെങ്കിൽ ലളിതഗാനൻ്റെ നമ്മൾ കേട്ടുന്ന മറ്റൊരു പാട്ടിൽ പറയുന്നത്, ഒരു തുറന്നു കിടക്കുന്ന ജനാലയുടെ ഉള്ളിലെ ജനൽ വരികൾക്കിടയിലൂടെ അകത്തേക്ക് വരുന്ന നിലാവിൻ്റെ നീലരശ്മികൾ എൻ്റെ കുട്ടിയുടെ കണ്ണിൽ വന്ന് പതിച്ചിട്ട് അവൻ കാണുന്ന സ്വപ്നത്തിനെ തടസ്സപ്പെടുത്തരുതേ എന്ന് വരെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണമ്മ. അപ്പോൾ താരാട്ട് കേട്ട് കുട്ടി ഉറങ്ങിയാൽ മാത്രം പോരാ, താരാട്ട് കേട്ട് ഉറങ്ങുന്ന കുട്ടിയുടെ ഉറക്കത്തിനെ തടസ്സപ്പെടുന്ന ഒന്നും ആ ലോകത്ത് സംഭവിക്കാൻ പാടില്ല എന്നുകൂടി ആഗ്രഹിക്കുന്നവരാണമ്മ. അതും നമ്മൾ കേട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ആ ഗാനത്തിനും ആദ്യത്തെ 4 വരികൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരമ്മ അവിടെ ആഗ്രഹിച്ചു പോകുന്നതെന്ന്. കുയിലിനോട് വോളിയം കുറയ്ക്കാനാണ് പറഞ്ഞത്, ശബ്ദത്തിൻ്റെ വോളിയം കുറയ്ക്കാൻ, അതായത് പാട്ടിൻ്റെ വോളിയം കുറയ്ക്കാൻ. അതേപോലെ നിലാവിനോട് അകത്തേക്ക് വന്നതിൻ്റെ കുട്ടിയുടെ ഉറങ്ങുന്ന കുട്ടിയുടെ സ്വപ്നത്തിനെ തടസ്സപ്പെടുന്ന പോലെ കണ്ണിലേക്ക് നിലാവായിട്ട് വീഴല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വൈ ആക്സിസ്. നേരത്തെ പറഞ്ഞ എക്സ് ആക്സും ഈ വൈ ആക്സോടെ ചേരുമ്പോഴാണ് ഈ മാതൃത്വം എന്ന് പറയുന്ന വലിയ വാക്ക് അർത്ഥപൂർണ്ണമായി തീരുന്നത്. അപ്പോൾ ഈ പുതിയ നിർവചനത്തിലൂടെ നമുക്ക് വീണ്ടും അമ്മയെ അറിയാം. അർത്ഥവത്തായ ഏകസത്യം, അതാണ് അമ്മ എന്നാണ് പറയുന്നത്. അമ്മയെ അറിയാം. എല്ലാ അമ്മമാർക്കും ഐശ്വര്യ, സമ്പൽ, സമൃദ്ധി സമ്പൂർണ്ണമായിട്ടുള്ള, സമാധാനപൂർണ്ണമായിട്ടുള്ള, ആഹ്ലാദകരമായിട്ടുള്ള, അപകടരഹിതമായിട്ടുള്ള, ആരോഗ്യസമ്പൂർണ്ണമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അസിഡോംസിൻ്റെ പേരിൽ ആശംസിക്കുന്നു. തുടർന്നും അടുത്ത വർഷവും അസിഡോംസിൻ്റെ മാതൃവന്ദനം പരിപാടിയിൽ നിങ്ങളെയൊക്കെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ള ആഗ്രഹം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മാതൃദിനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന രൂപ മാഡത്തിന് അസറ്റോംസിൻ്റെ സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നു. അതിനായി സുനിൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാതൃവന്ദനം പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ അമ്മമാർക്കും ഒരു ഗിഫ്റ്റ് നൽകി ആദരിക്കുന്നുണ്ട്. അത് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളത് സ്വീകരിച്ചിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ധൈര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് അമ്മ. മക്കൾ അമ്മയുടെ ജീവനാണ്. അവർക്ക് വേണ്ടി അമ്മ സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും.
ഇത്ര സ്നേഹവും സംരക്ഷണവും മറ്റെവിടെ നിന്നാണ് കിട്ടുക? അമ്മയുടെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുന്നു. അസറ്റ് ഹോംസിൻ്റെ മാതൃവന്ദനം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ അമ്മമാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മാതൃവന്ദനം ധന്യമാക്കാൻ എത്തിച്ചേർന്ന രൂപ മാഡത്തിന് നന്ദി അർപ്പിക്കുന്നു. അസറ്റ് ഹോംസ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അസറ്റ് ഹോം CEO ടോണി സർ, DGM വേണു സർ, മറ്റെല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും മാതൃവന്ദനം പ്രോഗ്രാം മികവുറ്റതാക്കാൻ പരിശ്രമിച്ച എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി അസറ്റ് ഹോംസിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.